ഹലോ ഗൈസ്, വെൽക്കം ടു വൈബ് ജോഡി. ഇന്നത്തെ വ്ളോഗ് എന്തായിരിക്കുന്ന അല്ലേ? നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കുക അങ്ങനെ പ്രത്യേകിച്ച് എടുക്കണം എന്ന് വെച്ച് എടുത്ത വ്ളോഗൊന്നും അല്ല കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ദിവസം ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണോ സമയം കിട്ടുക അതുപോലെ എല്ലാവരും കൂടെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഒഴിവ് പോലെ ഒന്നും ശരിയാവാത്തതുകൊണ്ട് എല്ലാം ഫ്ലോപ്പ് ആവാറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഡെന്നിയുടെ വീട്ടിൽ കൂടിയതാണ്. ഇത് അവൻ്റെ കോയിൻ കളക്ഷനൊക്കെ ഒന്ന് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ മുത്തും ഡെന്നിയും എല്ലാവരും കൂടെ ഒന്ന് സെറ്റാക്കി. പിന്നെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളുടെ വ്ളോഗ് കാണലും അതുപോലെ അതിനെക്കുറിച്ച് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരും, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, ഇതൊക്കെ ചെയ്യുക കേട്ടോ. പക്ഷെ കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ തന്നെ അതിരുന്ന് കാണുമ്പോഴേ എനിക്കൊരു ജാതി തോന്നും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കാൻ വേണ്ടി പോയിട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അതിൻ്റെ പിറ്റേ ദിവസമാണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ്, ഒരു കുട്ടി മാത്രമാണ് നമ്മുടെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ തലേദിവസം. അപ്പം നമ്മളെന്തായാലും അന്നും അങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ. കാരണം നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും അല്ലേ. നിങ്ങളും അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്നത്തെയും പോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് ഒപ്പം തന്നെ കിടക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ, മുത്ത്, ഡെന്നി അങ്ങനെ എല്ലാവരും കൂടെ കുറേ നേരം കിടന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉറങ്ങി നീക്കാറ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അധികം വെളിച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഡെന്നിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നീക്കും കേട്ടോ. കാരണം ഇതുപോലെ കുറച്ച് വെളിച്ചം കാണാം. അങ്ങനെ രാവിലെ നീറ്റ് അവിടെ തന്നെ കുളിക്കാനും എല്ലാം കൂടിയിട്ടുള്ള എല്ലാ സെറ്റുമായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ തോന്നി എന്നാൽ വീട്ടിലോട്ടൊന്ന് പോവാമെന്ന്. എന്നിട്ട് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ അങ്ങനെ പോയി വരാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ആണെങ്കിൽ സമയം ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ആക്ച്വലി ഇപ്പോൾ 8:30 ആവേണ്ടതായിരുന്നു, പക്ഷേ 7:30 ആയിട്ടുള്ളൂ. സമയം ഒന്ന് ബാക്കിലോട്ട് പോയി, കാരണം ഇനി വിൻ്റർ അല്ലേ. അങ്ങനെ നമ്മൾ നേരെ ഒരു കോഫിയൊക്കെ വാങ്ങി, മുത്ത് മാത്രം ഇട്ടാ, ഡെന്നിയും ഞാൻ കോഫി രാവിലെ തന്നെ കുടിക്കാറില്ല, കോഫിയെ കുടിക്കാറില്ല. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ എപ്പോഴും പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ പ്രത്യേകം എല്ലാം ക്ലീനാക്കി വെച്ചിട്ടാണ് പോവാറ്. കാരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്ലീനാക്കി പോകുന്നതാണ് ബെറ്റർ. അപ്പോൾ വന്ന് നോക്കി എല്ലാം ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം കേട്ടോ. കാരണം ഇവിടെ വന്ന് പല്ല് തേച്ച് കുളിച്ച് വീണ്ടും പോവുക, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമ്മൾ റിട്ടേൺ നൈറ്റാണ് വരുള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നേ എല്ലാം ഒന്ന് എന്താ പറയുക സെറ്റാക്കി നമുക്ക് നല്ലപോലെ ഒന്ന് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡെന്നിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വിചാരിച്ചു ഓൾമോസ്റ്റ് കുറേ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കാറ്. അപ്പോൾ തോന്നി ഇന്ന് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് പതുക്കെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഡേ ആക്കി മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓൾറെഡി കുറേ പ്ലാനൊക്കെ ഇട്ടത്. അപ്പോൾ എന്ത് വേണം എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു ഇവരങ്ങനെ ദോശയൊന്നും അധികം കഴിച്ചിട്ടില്ലല്ലോ, അപ്പം ഞാൻ നല്ല നീർദോശയും ബീഫൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് അത് പതുക്കെ ദോശയിൽ നിന്ന് അത് നെയ്ച്ചോറിലേക്ക് പോയിട്ടോ. അപ്പോൾ മുത്തും ഡെന്നിയും പോയിട്ട് ബീഫും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി വന്നു. അപ്പം നോക്കുമ്പോൾ എനിക്ക് ചോക്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പിസ്സ ഇരിക്കേണ്ടായിരുന്നു തലേദിവസത്തെ. അപ്പോൾ അത് വേഗം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിച്ചു. പിന്നെ ബിരിയാണി ചെമ്പ് നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണം, അതുകൊണ്ട് അത് എടുക്കാൻ വരണമല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് പ്രത്യേകിച്ച് വേറെ എവിടെ പോയാലും കിട്ടില്ല. അങ്ങനെ വീണ്ടും ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി. നമ്മൾ സാധനങ്ങളും അരിയും ബീഫും എല്ലാം അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് കുളിക്കുന്ന സമയത്ത് ഇവർ ഇതെല്ലാം വാങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആയിട്ട് വീണ്ടും ഡെന്നിയുടെ വീട്ടിലോട്ട് വന്ന് നമുക്ക് നമ്മുടെ ബാക്കി ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഒരു 10 മണിയാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും തമ്മിൽ ഒന്ന് സംസാരിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് തണുപ്പുമുണ്ട്, അത്യാവശ്യം ഒരു സണ്ണി ഡേയും ഒക്കെയാണ്. എനിക്ക് കാനഡയിൽ വന്നതിന് ശേഷം എന്നല്ല കേട്ടോ, അതിന് മുന്നേ ആയാലും നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഒപ്പം ഇരുന്നൊന്ന് സംസാരിക്കുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെന്നിക്ക് ആ ഒരു കാണുന്ന ഫ്രെയിമിൽ നമ്മുടെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി അവൻ ഒരു ഫോട്ടോ ചോദിക്കുള്ളൂ. അപ്പം ഞാൻ ഉള്ള ഒരു നോർമലായിട്ടുള്ള ഒരു കുഞ്ഞൊരു ഫോട്ടോ എടുത്തിട്ട് അവന് കൊടുത്തു. അപ്പോൾ അവൻ നമ്മുടെ എല്ലാവരുടെയും കൂടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഉണ്ടോ ഗൈസ് അങ്ങനത്തെ ഫ്രണ്ടൊക്കെ? അവന് ഒരുപാട് ഇഷ്ടമാണ് അവളെ തന്നെ. ഞാൻ തന്നെ വിചാരിക്കുക എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും സ്നേഹിക്കാൻ പറ്റണേ എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ പുറത്തു പോയി വന്നിട്ടു. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. ഒരു മുത്തശ്ശിയും കൂടി ഇങ്ങനെ നടന്നു വരുന്നു. അതീ കാണുന്ന വഴിയിലൂടെ ഇരുന്ന് ഗൈസ് വരുന്നുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാം അവർ നടന്നു വരുന്നത് കാണാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലെത്തിയിട്ട് ഫ്രണ്ട്സിനൊക്കെ കാത്തിരിക്കുകയാണ്. കാരണം എല്ലാവരും വന്നിട്ടേ കുക്കിംഗ് തുടങ്ങുന്നുള്ളൂ എന്ന് വെച്ചിട്ടാണ്. കാരണം അതിൻ്റെ ഒരു രസമല്ലേ.
അങ്ങനെ എല്ലാവരും വന്നു. അവരെല്ലാവരും ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം ഇന്ന് ഡെന്നിയാണ് ബീഫ് വെക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് എനിക്ക് എല്ലാം അരിഞ്ഞു തരലും ബീഫൊക്കെ കഴുകി എല്ലാം ക്ലീനാക്കി അവരെന്നെ അത് ചെയ്യും. ഞാൻ ആകെ നെയ്ച്ചോറ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മുത്ത് പറഞ്ഞു ഇവൻ്റെ അടുത്ത് നമ്മൾ ചെവിയിൽ ഉള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണെരിയില്ലാതെ. അപ്പോൾ അവൻ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു രസം. അങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോകട്ടോ. അങ്ങനെ ഞാനവിടെ നെയ്ച്ചോറിനുള്ള പരിപാടി തുടങ്ങി. ഇവിടെ നമ്മൾ സംസാരിക്കലും പാട്ട് വയ്ക്കലും ഒക്കെയാണ്. ഞാൻ കൂടുതലും വോയിസ് ഓവർ ചെയ്യണത് ഈ സമയത്ത് കൂടുതലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റ് വരും. അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴെന്നെ അതേ സമയം കൊണ്ട് ഇപ്പുറത്ത് വേറൊരു ഇൻഡക്ഷൻ സ്റ്റൗവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ വേഗം കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഇവൻ ബീഫ് ഉണ്ടാക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവൻ്റെ ബീഫൊക്കെ. കാരണം കോട്ടയംകാരനല്ലേ. അങ്ങനെ മുത്തപ്പയ്ക്കും മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞു തന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായിട്ടോ. ഇനി എനിക്കൊന്ന് ചെറുതായിട്ട് അത് വീണ്ടും ഒന്ന് ദമ്മിടുന്ന പോലെ തന്നെ നെയ്ച്ചോറും വെക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്രാവശ്യത്തെ അരി എന്താണാവോ ഞാൻ വെക്കുന്നതിലും വീണ്ടും അടിപൊളിയായിട്ടാട്ടോ ഉണ്ടായത്. അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരും ഉള്ളപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവുന്നായിരുന്നു എൻ്റെ പേടി. അങ്ങനെ അതെല്ലാം കൂടെ ചെയ്തു. എപ്പോഴും ചെയ്യുമ്പോഴും ഇപ്പോൾ ഞാൻ തവനൂരാകുമ്പോഴും ഞങ്ങളുടെ വീട്ടിലാകുമ്പോഴൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും എൻ്റെ ചിക്കനായാലും ബീഫായാലും എല്ലാം കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും കഴിച്ചിട്ട് അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ അത്രയും നേരത്തെ നമ്മുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്ന ആ ഒരു സമയമാണ് എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ. അതെല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മുത്തായാലും ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് നന്നായിരുന്നു കേട്ടോ. എപ്പോഴാണെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പറഞ്ഞുതരും ചെയ്യും. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിയ ഓൾമോസ്റ്റ് ഞാൻ എന്നെ തന്നെ പൊക്കി പറയുമല്ല, പക്ഷെ വല്ലാതെ ഫ്ലോപ്പ് ആവാതെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പണ്ടൊരു ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയതിൽ ഫ്ലോപ്പായെന്ന് എനിക്ക് തന്നെ തോന്നുന്ന കാര്യം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് പോയി. ഭക്ഷണമൊക്കെ പുറത്തിരുന്നാണ് കഴിച്ചത്. വീണ്ടും ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കി നല്ല രസത്തിൽ ഇങ്ങനെ സംസാരിച്ച് നമ്മളൊരു റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് അത് ആഡ് ചെയ്യാം. ഭയങ്കര രസമായിരുന്നു. ഇനി എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വട്ടം വരുമ്പോൾ റീൽ എടുക്കണമെന്ന് ഒരുപാട് വട്ടം എടുത്തിട്ടാണ് കുറച്ചെങ്കിലും ശരിയായത് ഗൈസ്. പക്ഷെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നിങ്ങളും ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് നന്നായി സന്തോഷിക്കുക. അത് മാത്രമേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. 5:30 ആയപ്പോഴേക്കും നേരമൊക്കെ ഇരുട്ടി ഗൈസ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ പാർക്കിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ. ഇന്ദ്രരത്നം